തപിക്കുന്ന ഹൃദയങ്ങൾ, നാഥനിലേക്ക് സദാ ഉയർത്തപ്പെട്ട കരങ്ങൾ, ഈറനണിഞ്ഞ കണ്ണുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാഥ ഞങ്ങളുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ നീ പുറത്തു തരണേ എന്ന് ഓരോ സത്യവിശ്വാസികളും അല്ലാഹുവിലേക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഒന്നാം ദിനം നമ്മിൽ നിന്നും കടന്നു കഴിഞ്ഞു. മനസ്സുകൾ വല്ലാതെ കൊതിക്കട്ടെ, യാ റബ്ബേ, ഞങ്ങൾ നിന്നിലേക്ക് അടുത്തിട്ടുണ്ടോ? ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരുന്നുണ്ടോ? അല്ലാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സകങ്ങളിൽ ഓടിയെത്തേണ്ട പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു തന്ന ഒരു കാര്യമാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. തീർച്ചയായും അമലുകളെല്ലാം സ്വീകരിക്കപ്പെടുന്നത്, പ്രതിഫലം നൽകപ്പെടുന്നത് വിശ്വാസികളുടെ നിയ്യത്തുകൾക്കനുസരിച്ചാണ്. കർമ്മഫലങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നത് നിയ്യത്തുകൾക്കനുസരിച്ചാണ് എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ചേർത്ത് വായിക്കേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാനിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരികും ഔ തുബ്ദൂഹു യഅലമുല്ലാഹ്. നിങ്ങൾ കൽബിലുള്ളത് അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞാലും അതിന് മറച്ചു വെച്ചാലും അള്ളാഹു അതെല്ലാം കാണുന്നുണ്ട്. അള്ളാഹുവും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളെ പഠിപ്പിച്ചു തരുന്നൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെല്ലാമാണ് നമ്മുടെ മനസ്സകങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നത്, മറച്ചു വെക്കുന്നത്, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നത് എന്തെല്ലാം നിയ്യത്തുകൾക്കനുസരിച്ചിട്ടാണോ അതെല്ലാം അല്ലാഹു അറിയുന്നവനാണ്. ആ നിയ്യത്തുകൾക്കനുസരിച്ച് അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകും. നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ, ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് മാത്രം ലഭിക്കുന്നതാകും പ്രിയപ്പെട്ടവരെ. മറിച്ച് ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വിജയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു നമുക്ക് ആ വിജയം നൽകും. അള്ളാഹു നമ്മെ ഇഹപര ലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ഊസിക്കും ബിദ്ദുആ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.